സാധാരണ ഒരു ഹൊറർ പടത്തിൻ്റെ ഒരു ജോണർ സാധാ ഒരു ടെംപ്ലേറ്റ് തന്നെ ആകാതിരിക്കട്ടെ എന്ന് വിചാരിക്കും. കാര്യം വെച്ചാൽ ഇതൊരു പ്രഭാസ് ഉള്ളത് കൊണ്ട് ഒരു വലിയൊരു ക്യാൻവാസിലേക്ക് മാറി അങ്ങനെ ഒരു സിനിമ ആകാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യം വെച്ചാൽ ഇപ്പോൾ യൂഷ്വലി പ്രഭാസ് വരുന്നതോടുകൂടി ഒരു പടത്തിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഒരു പാൻ ഇന്ത്യൻ ഇതിലേക്ക് പോകും. പക്ഷേ ചില സിനിമകൾ അങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. ഇന്ത്യയിൽ ഒരുപാട് ഹൊറർ സിനിമകളുണ്ട്. ബുൽബുലൈ ആയിക്കോട്ടെ, സ്ത്രീ ആയിക്കോട്ടെ, അങ്ങനത്തെ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള. പിന്നെ തമിഴിൽ ഓഫ് കോഴ്സ് ഉണ്ട് കുറേ. അരൺമന എന്ന് പറയുന്ന ഒരുപാട് വലിയ സീരീസൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ആദ്യത്തെ ഒരു 2 പടത്തിനുള്ള ഒരു ഫ്രഷ്നസ് പിന്നെയുള്ള സിനിമകൾക്കില്ല. ഒരു ടെംപ്ലേറ്റഡ് സാധനം തന്നെയാണ് പോകുന്നത്. പക്ഷേ ഈ സിനിമയ്ക്ക് ആ ഒരു ടെംപ്ലേറ്റഡ് സ്വഭാവത്തിൽ നിന്ന് മാറി, ടീസർ കണ്ടിട്ട് അങ്ങനെ ഒരു ടെംപ്ലേറ്റഡ് സ്വഭാവത്തിൽ നിന്ന് മാറിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ഇതിൻ്റെ ക്യാൻവാസും ഇതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇച്ചിരി മറ്റ് നമ്മൾ കാണുന്ന സിനിമകൾ പോലെ ആയിരിക്കില്ല, കുറച്ചുകൂടെ വലുതായിരിക്കും. എസ്പെഷ്യലി കുറച്ച് വിഷ്വൽസ് ആൻഡ് സെറ്റ് പീസസ് ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. പ്രഭാസിന് എനിക്ക് പേഴ്സണലി പ്രഭാസിൻ്റെ എല്ലാവരും ഒരു ഫൈറ്റ് അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് കൂടുതൽ അദ്ദേഹത്തിൻ്റെ കോമഡി അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന സിനിമകളാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. ഓഫ് കോഴ്സ് ഫൈറ്റൊക്കെ ഉണ്ട് അതിനകത്ത്. എന്നാൽ പോലും കോമഡി ചെയ്യുമ്പോൾ പ്രഭാസ് ഒരു രസമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വലിപ്പവും ആ ഒരു കോമഡി ചെയ്യുന്നത് തമ്മിലൊരു ഭയങ്കര ഇതുപോലെയാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൽക്കി സിനിമ കണ്ടപ്പോൾ ഞാനത് പറഞ്ഞായിരുന്നു. കൽക്കിയിൽ കുറേ നാൾക്ക് ശേഷമാണ് ഈ മസിൽ പിടിച്ചുള്ള പ്രഭാസിനെ മാറിയിട്ട് ഒരു ഭയങ്കര ജോളിയായിട്ടുള്ളൊരു പ്രഭാസ്. അത് ബാഹുബലി 2-നകത്ത് അത് രാജമൗലി കറക്റ്റായിട്ട് ഈവൻ ആ ഒരു എപ്പിക് ഒരു പീരിയോഡിക് പടത്തിനകത്താണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു കോമഡി സാധനം കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അത് കോമഡി നല്ലതായിട്ട് ചെയ്യാനുള്ള കഴിവുള്ളൊരു നടനാണ് പ്രഭാസ് എന്ന് പറയുന്നത്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അദ്ദേഹം ഇപ്പം അങ്ങനെ ചെയ്യുന്ന സിനിമകൾക്ക് ആ ഒരു സ്വഭാവമില്ല. പക്ഷേ ഈ ഒരു സിനിമയിൽ ഒരുപാട് സാധ്യതകളുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എസ്പെഷ്യലി അതിൻ്റെ ഒരു ചെറിയ സാധനം. പിന്നെ ആസ് യൂഷ്വൽ ഈ പറയുന്ന ഈ ലവ് ട്രാക്ക് മോസ്റ്റ്ലി ഇപ്പോൾ വരുന്ന സിനിമകൾക്കെല്ലാവരും നല്ലൊരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന പടത്തിൻ്റെ ഒരു സ്പീഡ് ബ്രേക്കർ പോലെയാണ് ലവ് ട്രാക്ക് വരുന്നത്. ഈ സിനിമയിലും ഒരു ചെറിയൊരു ഫീൽ എനിക്ക് അവിടെ അടിച്ചിട്ടുണ്ട്. അങ്ങനെ ആകാതിരിക്കട്ടെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കാരണമൊക്കെ ഉണ്ടെങ്കിലൊക്കെ, അതല്ലാത്ത പക്ഷം ഈ സിനിമയ്ക്ക് ഒരിക്കലും ചേരാത്തൊരു സാധനം പോലെ തോന്നും. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ മ്യൂസിക് ആൻഡ് ഡയറക്ഷൻ ആദ്യം പറയണം. മാരുതി എന്ന് പറയുന്ന ഡയറക്ടർ, അദ്ദേഹം ഒരു കൊമേഴ്ഷ്യൽ തെലുഗു ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പക്ക കൊമേഴ്ഷ്യൽ എന്ന് പറയുന്ന സിനിമയുണ്ട്. പ്രതിരോജു പണ്ഡിക എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. അങ്ങനത്തെ ഒരുപാട് സിനിമകളുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു തെലുഗു ഡയറക്ടറാണ്, ഒരു റീജിയണൽ ഡയറക്ടറാണ്. സോ പ്രഭാസ് എന്ന് പറയുന്ന നായകൻ വന്നപ്പോഴത്തേക്ക് ഒരു സിനിമ ഒരു പാൻ ഇന്ത്യൻ ഒരു സെറ്റപ്പിലോട്ട് മാറും. ഈ പടം ഭയങ്കരമായിട്ട് വലുതായിട്ടുണ്ട്. സോ എങ്ങനെയാണ് അദ്ദേഹം അത് ഹാൻഡിൽ ചെയ്യുന്നുള്ളത് ഒരു എക്സൈറ്റഡ് ആണ്. ഒരു നോർമൽ ഇപ്പോൾ സുകുമാർ എന്ന് പറയുന്ന ഡയറക്ടർ പുഷ്പ ചെയ്യുമ്പോൾ അതേ ഒരു തെലുഗു സിനിമയായിട്ട് കൺസീവ് ചെയ്തൊരു പടം അല്ലു അർജുൻ എന്ന് പറയുന്നൊരു ബ്രാൻഡ് അവിടെ വന്നപ്പോൾ അത് വലുതായൊരു സിനിമയാണ്. ഒരു തെലുഗു സിനിമയായിട്ട് മാത്രം മാറേണ്ട ഒരു സിനിമ പിന്നീട് അതൊരു പാൻ ഇന്ത്യൻ ഇതിലേക്ക് വന്നതാണ്. അതുപോലെയാണ് മാരുതി എന്ന് പറയുന്ന ഡയറക്ടറും. അദ്ദേഹം ഒരു തെലുഗു സിനിമകൾ ചെയ്യുന്ന ഒരാളാണ്. കൊമേഴ്ഷ്യൽ സാധനങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളൊരു ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ കൊമേഴ്ഷ്യൽ വാല്യൂസ് ഒരുപാടുള്ളതാണ്. സോ അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മുടെ പ്രഭാസ് ഗൗരവും കൂടെ വരുമ്പോഴത്തേക്ക് ഏത് ലെവലിലേക്ക് മാറുമെന്നാണ് ഞാൻ കാണാനുള്ളത്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഓഫ് കോഴ്സ് തമനാണ്. തമൻ ഒരു കിടിലൻ ഒരു ചില സാധനമൊക്കെ പുള്ളിക്കാരൻ ചെയ്യുന്നത് ഭയങ്കര രസമാണ്. എസ്പെഷ്യലി തിയേറ്ററിൽ കേൾക്കുമ്പോൾ ഒരു നോർമൽ ഭയങ്കര ഇതായിട്ട് കിടക്കുന്ന ഒരു സീനാണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് അടിച്ച് പൊട്ടിച്ച് കിടിലനാക്കും. സോ അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കാണ് ഡെഫിനറ്റ്ലി ഒരു കിടിലൻ സെറ്റപ്പ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ പ്രഭാസ് കാരുവിൻ്റെ ഒരു വലിയ ഇന്ത്യയിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഹൊറർ പടമായി മാറും എന്ന് കളക്ഷൻ വൈസും ആകട്ടെ എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ മേക്കിങ്ങിൽ എന്തായാലും അത് ഇപ്പോൾ ഇന്ത്യയിൽ കണ്ടിട്ടുള്ള എല്ലാ സിനിമകളൊക്കെ കൂടുതൽ എക്സ്പെൻസീവ് ആയിരിക്കും ഈ ഒരു സിനിമ. ആ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി ആ ഒരു സിനിമയിലും കാണട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു ടീസർ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാം.